Good morning children. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേജ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് പേജിലേക്ക് പോവാണ്. I can speak in English അല്ലേ? ആക്ഷൻ വേർഡ്. ആക്ഷൻ വേർഡ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ ആക്ഷനെ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ആക്ഷൻ കാണിച്ചാൽ അതിനെന്തിൻ്റെ ഒരു പേരുണ്ട് അല്ലേ? ആ ആക്ഷനെയൊക്കെ എന്ത് പേരാണ് പറയുന്നത്? ഡു ആൻഡ് സേ ആണ്. നിങ്ങൾ വീട്ടിലും ഇതുപോലെ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ സ്വയം പറയുക. മനസ്സിലായോ? അപ്പൊ നോക്കൂ, ആദ്യത്തെ വേർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാച്ച്. CATCH. കാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഒരു ബോളിനെ ഇങ്ങനെ എറിയുക, ആ ബോളിനെ കയ്യിൽ പിടിക്കുക. ഈ പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരായിരുന്നു എന്താണ് കാച്ച് എന്നുള്ളത്. CATCH കാച്ച് പറഞ്ഞാൽ നമ്മൾ ബോൾ എറിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിക്കില്ലേ, ആ പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ഇങ്ങനെ കാച്ച് ചെയ്യണം. അതിന് പിടിക്കുന്ന ആ കുട്ടി നോക്കൂ, ആ പിടിക്കാൻ പോകുന്നില്ല, അതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? നമ്മൾ കാച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ, ത്രോ. THROW. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ബോളിനെ എറിയുന്നു. ആ എറിയുക എന്നുള്ള പ്രവർത്തനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രോ. THROW. ത്രോ പറഞ്ഞാൽ എന്താണ്? എറിയുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത വേർഡ് എന്താ നോക്കൂ, സ്ട്രെച്ച്. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഇങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രെച്ച് എന്ന് പറയാ. STRETCH. സ്ട്രെച്ച്. മനസ്സിലായോ? ഇനി ഫോൾഡ് ആണ് അടുത്ത വാക്ക്. നമ്മൾ എന്താണ്? ഫോൾഡ്. നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നാലാക്കി ഇങ്ങനെ മടക്കും അല്ലേ? ആ മടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾഡ്. ഇപ്പൊ ഈ ബുക്കാണെങ്കിലും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം? മടക്കും. ആ മടക്കുന്നതിനെ നമ്മൾ എന്താണ്? നാലാക്കി ഇങ്ങനെ മടക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫോൾഡ്. FOLD. ഫോൾഡ്. മടക്കുന്നതിനെ നമ്മൾ എന്താ പറയാ? ഫോൾഡ്. FOLD. ഫോൾഡ്. ഇനി അടുത്ത നോക്കൂ, സ്ക്യൂസ്. എന്താ സ്ക്യൂസ്? SQUEEZE. സ്ക്യൂസ് പറഞ്ഞാൽ എന്താണ്? പിഴിയുക. നാരങ്ങയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്യൂസ് ചെയ്യും. സ്ക്യൂസ് ചെയ്യാ മീൻസ് എന്താണ്? പിഴിയുക. SQUEEZE. സ്ക്യൂസ്. സ്ക്യൂസ് പറഞ്ഞാൽ നാരങ്ങയെ നമ്മൾ എന്താ? പിഴിയുക. പിഴിയനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്യൂസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ക്രംബിൾ. CRUMPLE. ക്രംബിൾ. നമ്മൾ ഒരു സാധനത്തിനെ ഇങ്ങനെ ആക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ക്രംബിൾ. എന്താണ്? ഒരു പേപ്പർ ആണെങ്കിലും മറ്റെന്തെങ്കിലും സാധനമാണെങ്കിലും നമ്മൾ ഇങ്ങനെ പിടിച്ച് അമർത്തുന്നതിന് നമ്മൾ എന്ത് പറയും? ക്രംബിൾ. CRUMPLE. ക്രംബിൾ. നിങ്ങൾ അതൊക്കെ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? അടുത്ത് നോക്കൂ, പ്രസ്. PRESS. പ്രസ് പറഞ്ഞാൽ എന്താണ്? അമർത്തുക. നമ്മൾ സ്വിച്ച് ഒക്കെ എങ്ങനെ അമർത്തില്ലേ, ആ അമർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാ? പ്രസ് എന്ന് പറയാ. PRESS. പ്രസ്. നമ്മൾ ഇതിന്റെ കോട്ട് ആണെങ്കിൽ നിങ്ങളുടെ യൂണിഫോം ആണെങ്കിലും ഒക്കെ തേക്കില്ലേ, തേച്ചിട്ട് ഇങ്ങനെ ഇതാവില്ല, അപ്പത്തെ നമ്മൾ ആ അയൺ ബോക്സ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും അല്ലേ, അതിനെയാണ് പ്രസ്. നമ്മൾ അതേമാതിരി സ്വിച്ച് ഇടാനും നമ്മൾ എന്ത് ചെയ്യും? വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. അങ്ങനെ വിരലുകൊണ്ട് ഈ അമർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രസ് എന്ന് പറയാം. അടുത്ത നോക്കൂ, റിംഗ്. WRING. റിംഗ് പറഞ്ഞാൽ എന്താണ്? പിഴിയുക. നമ്മൾ നനഞ്ഞ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്? നനഞ്ഞ വസ്ത്രങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പിഴിയും അല്ലേ? ആ പിഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിംഗ്. WRING. എന്താണ്? റിംഗ്. റിംഗ് പറഞ്ഞാൽ എന്താണ്? പിഴിയുക. WRING. എന്താണ്? റിംഗ്. റിംഗ് പറഞ്ഞാൽ എന്താണ്? പിഴിയുക. അടുത്ത നോക്കൂ, ക്രഷ്. ക്രഷ് പറഞ്ഞാൽ എന്താണ്? ചവിട്ടി അരയ്ക്കുക എന്നാണ് പറയാ. ക്രഷ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം താഴെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെയാണെങ്കിൽ ചിലപ്പോൾ ചവിട്ടി പൊട്ടിക്കും അല്ലേ, അതിന് നമ്മൾ എന്ത് പറയും? ക്രഷ് എന്ന് പറയും. മനസ്സിലായോ? ചവിട്ടി ആ പൊട്ടിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രഷ് എന്ന് പറയാം. ക്രഷ് ചെയ്യണ്ട, അത് ക്രഷ് ചെയ്യണ്ട എന്ന് പറയാം. ക്രഷ് ചെയ്യാൻ പറഞ്ഞാൽ ചവിട്ടി പൊട്ടിക്കണ്ട. അങ്ങനെ ചവിട്ടി പൊട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രഷ്. CRUSH. അപ്പൊ ഇത്രയാണ് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച വാക്കുകൾ. ഏതൊക്കെയാണ്? ക്യാച്ച്, ത്രോ, സ്ട്രെച്ച്, ഫോൾഡ്, സ്ക്യൂസ്, ക്രംബിൾ, പ്രസ്, റിംഗ്, ക്രഷ്. ഇത്രയും വാക്കുകളാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ തന്നെ ആ ചിത്രത്തിൽ നോക്കി അതുപോലെ ചെയ്യുക, എന്നിട്ട് അതുപോലെ ആ വാക്കുകൾ പഠിക്കുക. ഓക്കെ.